ഹായ്, വെൽക്കം ബാക്ക്. ഇന്നൊരു വ്ളോഗാണ്. നമ്മളിന്ന് പോകുന്നത് ദുബായിലെ ബട്ടർഫ്ലൈ ഗാർഡനിലോട്ടാണ്. മിറാക്കിൾ ഗാർഡൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബട്ടർഫ്ലൈ ഗാർഡനും. വേൾഡിലെ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഗാർഡനാണിത്. ഇതാണ് ബട്ടർഫ്ലൈ ഗാർഡൻ്റെ എൻട്രൻസ്. ഇതിന് തൊട്ട് മുന്നിൽ തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്താലും മതി. 50 ദിർഹം അടുപ്പിച്ചിട്ടാണ് ഇപ്പോഴത്തെ ടിക്കറ്റിൻ്റെ ചാർജ്. അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് റീൽസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സ്ഥലങ്ങളുണ്ട്. കുറച്ചൊന്ന് നടന്നകത്ത് കയറുമ്പോഴാണ് ബട്ടർഫ്ലൈ ഗാർഡൻ. അതിനകത്താണ് ബട്ടർഫ്ലൈസ് ഉള്ളത്. ഏകദേശം 1500-ൽ കൂടുതൽ ബട്ടർഫ്ലൈസ് ഇവിടെയുണ്ട്. 50 വെറൈറ്റിയോളം ബട്ടർഫ്ലൈസ് ഉണ്ട്. അതിനകത്ത് കയറുമ്പോൾ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട്, ഫുഡിനും പിന്നെ സുവനീർസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ചത്തുപോയ ബട്ടർഫ്ലൈസ് ഒക്കെ വെച്ചിട്ട് അവർ ഓരോ ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കാണുന്ന പ്രസിഡൻറ്റിൻ്റെ പടമൊക്കെ ബട്ടർഫ്ലൈയുടെ ചിറകുകൾ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഒറിജിനൽ ബട്ടർഫ്ലൈസ് ആണ്. അപ്പം അതിൻ്റെ താഴെ തന്നെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഫുള്ള് ബട്ടർഫ്ലൈ ആണ്. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇവിടെ ബട്ടർഫ്ലൈ എങ്ങനെയാണ് അതിൻ്റെ ഓരോ സ്റ്റേജസ് എന്നൊക്കെ കാണിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും നമുക്ക്. ഇപ്പോൾ ബട്ടർഫ്ലൈ ഉള്ള സ്ഥലത്തോട്ട് കയറിയിട്ടുണ്ട്. ഇവിടുത്തെ ടെമ്പറേച്ചർ 18 മുതൽ 25 ഡിഗ്രിയുടെ അടുപ്പിച്ചാണ് ഉള്ളത്. ആ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ബട്ടർഫ്ലൈ ജീവിച്ചിരിക്കുള്ളൂ. നിറയെ പൂക്കളും ഫ്രൂട്ടിൻ്റെ കട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതിലൊക്കെ നിറയെ ബട്ടർഫ്ലൈസ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് ബട്ടർഫ്ലൈസ് കയ്യിൽ പിടിക്കാനും ഒക്കെ പറ്റും കേട്ടോ. അതിൻ്റെ ചിറകിൽ പിടിച്ചെടുക്കാൻ പാടില്ല, അല്ലാതെ കൈ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കയ്യിലൊക്കെ കയറി വരും. കുറേ എംപ്ലോയീസൊക്കെ ഉണ്ട്, നമ്മളതിനെ ഉപദ്രവിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് തൊട്ട് നോക്കാനൊക്കെ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ദുബായിൽ വളരുന്ന കുട്ടികൾക്കൊന്നും ബട്ടർഫ്ലൈ ഒന്നും നമ്മുടെ ഇത്രയും ചൂട് കാരണം പുറത്തൊന്നും കാണാനൊന്നും പറ്റില്ല. ദുബായിലുള്ളവർക്ക് മാത്രമല്ല, ഇത്രയും ബട്ടർഫ്ലൈസ് എന്തായാലും നമ്മുടെ വീടുകളിലൊന്നും വരാൻ പോടില്ല. അത്രയ്ക്കുണ്ട്. വേറൊരു ലോകത്ത് ചെന്ന പോലെയാണ് നമുക്കിവിടെ തോന്നുന്നത്. ഒരു പ്രാവശ്യമൊക്കെ എന്തായാലും നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്. ബേർഡ്സും വെള്ളച്ചാട്ടവും പോൺസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു സെക്ഷനിലോട്ട് കയറി, അവിടെയാണെങ്കിൽ ബ്ലൂ ബട്ടർഫ്ലൈസ് മാത്രമേ ഉള്ളൂ. വലിയ നീല കളർ ബട്ടർഫ്ലൈസ്, നല്ല ഭംഗിയാണ്. വേറെ എവിടെയോ ഒക്കെ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. പിന്നെ ഒരുപാട് ബട്ടർഫ്ലൈസ് ഒന്നിച്ച് വരാൻ തോന്നിയപ്പോൾ മോക്ക് ചെറിയ പേടിയൊക്കെ വന്ന് തുടങ്ങി. പിന്നെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ബാക്കിലും ഒക്കെ ബട്ടർഫ്ലൈസ് ഇരിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കില്ല. അത്രത്തോളം ബട്ടർഫ്ലൈസ് ഉണ്ടല്ലോ. കണ്ടോ, ഇത് വലിയ ബട്ടർഫ്ലൈ ആണ്. എന്തായാലും ബട്ടർഫ്ലൈയെ തൊടണം എന്നുള്ള ആഗ്രഹം. പണ്ട് മൂന്നാറിൽ പോയപ്പോൾ ഇതേപോലെ ഒരു ബട്ടർഫ്ലൈ പറന്നു പോയിട്ട് മോള് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ആ വിഷമമൊക്കെ ഇന്നത്തോടെ മാറിക്കിട്ടി. പിന്നെ ഈ ബട്ടർഫ്ലൈ ഗാർഡനകത്ത് തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയുണ്ട്. പിന്നെ കുറേ ഷോപ്പുകളുണ്ട്, ഡ്രസ്സ് വാങ്ങാനും അല്ലാത്ത UAEയുടെ ഐറ്റംസ് വാങ്ങാനുള്ള ഷോപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ബർത്ത്ഡേ പാർട്ടി ഇവിടെ വെച്ച് നടത്തണമെന്നുള്ളവർക്ക് അതും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനുള്ള സെക്ഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ കുറേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പോയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് കാണാം. ബൈ.